തൃശ്ശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ നമ്മുടെ നാലാമത്തെ ദിവസം കലോത്സവം ഇന്ന് സമാപിക്കുകയാണ്. ഈ സമയം നമ്മോടൊപ്പം TCV കലോത്സവ സ്റ്റുഡിയോയിലുള്ളത് പേരാമംഗലം SDVHSലെ വിദ്യാർത്ഥിയാണ്. സ്നേഹയാണ്. ഹൈസ്കൂൾ വിഭാഗം മിമിക്രി 1ാം സ്ഥാനം നേടിയ കുട്ടിയാണ്. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. നമുക്ക് സ്നേഹയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, കഴിഞ്ഞ 2 വർഷം വന്നിട്ടുണ്ടായിരുന്നു. A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് മത്സരിച്ചിരുന്നോ പോയിട്ട്? കഴിഞ്ഞ 2 വർഷം A ഗ്രേഡ് ഉണ്ടായിരുന്നു അവിടെ. സംസ്ഥാന തലത്തിലെ സ്നേഹയ്ക്ക് കഴിഞ്ഞ 2 തവണയായിട്ട് A ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഇത്തവണ പോയി ഫസ്റ്റ് അടിക്കണം. അതെ അല്ലേ? അപ്പോൾ എല്ലാവിധ അഭിനന്ദനം. എന്താണ് വീട്ടുകാരുടെ ഒക്കെ ഒരു അഭിപ്രായം? അവരെന്ത് പറഞ്ഞു ഫസ്റ്റ് കിട്ടിയിട്ട്? ഫുള്ള് സപ്പോർട്ടാണ് എപ്പോഴും. ടീച്ചേഴ്സും എല്ലാവരും ഫുൾ സപ്പോർട്ട്. ആരാണ് മിമിക്രി പഠിപ്പിച്ചു തരുന്നത്? ഒറ്റയ്ക്ക് പഠിക്കണതാണ്. ഒറ്റയ്ക്ക് പഠിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അങ്ങനെയാണോ? ഇല്ല, ഈ കഴിഞ്ഞ 2 വർഷം ഇപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ ഇപ്പോൾ 8ാം ക്ലാസ് തൊട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. എങ്ങനെയാണ് മിമിക്രിയിലേക്ക് ഒരു താല്പര്യം വന്നത്? പുതിയൊരു സൗണ്ട് കേൾക്കുമ്പോൾ പഠിച്ചു തുടങ്ങിയതാ. പിന്നെ തുടങ്ങി. കുഞ്ഞിലേ തൊട്ടുണ്ടായിരുന്നോ ഒരു ഇഷ്ടം? ഇല്ല, ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ ഒരു കുറച്ച് വർഷമായിട്ട് പെട്ടെന്ന് തോന്നിയൊരു ഇഷ്ടമാണ് ഹൈസ്കൂളിൽ എത്തിയപ്പോൾ അല്ലേ? എത്രയിലാണ് പഠിക്കുന്നത്? 10ൽ. ഇപ്പോൾ 10ാം ക്ലാസ്സാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം +1 മത്സരിക്കാൻ പറ്റൂലേ? ഉണ്ട്, മത്സരിക്കും. അപ്പോൾ ഏത് വിഷയത്തിലായിരുന്നു? എന്തായിരുന്നു മിമിക്രിയിൽ ചെയ്തത്? ബീറ്റ് ബോക്സ്. പുതിയൊരു ബീറ്റ് ബോക്സിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. അത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെറിയൊരു ഭാഗം നമുക്കിവിടെ കാണിക്കാം. മിമിക്രിയുടെ പുതുരൂപമായ ബീറ്റ് ബോക്സ്, അതാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള 3 ലെറ്റേഴ്സാണ് BTK. B കോൾ ബേസ്, T കോൾ ഹൈ ഹാറ്റ്, K കോൾ സ്നെയർ. അടിപൊളിയായിട്ട് ചെയ്തു. ഈ സൗണ്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സ്വന്തം വോയിസ് നിന്നാണ്. പരിശീലിച്ച് നേടിയതാണ് അല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട്? അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനി നമ്മോടൊപ്പം പേരാമംഗലം സ്കൂളിലെ തന്നെ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത ഗാനാലാപനത്തിൽ 1ാം സ്ഥാനം നേടിയ അനുശ്രീയാണ് ചേരുന്നത്. അനുശ്രീ, സ്വാഗതം. അനുശ്രീ, ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. സംസ്കൃതം എത്ര കാലമായി പഠിക്കുന്നു? സംസ്കൃതം 5ാം ക്ലാസ് തൊട്ട് സംസ്കൃതം പഠിക്കുന്നുണ്ട്. സംസ്കൃതം ടീച്ചർ ആരാണ്? സംസ്കൃതം ഇപ്പോൾ ശരത് കാന്ത്. ഈ പദ്യം പഠിപ്പിച്ചു തരിക ആരാ? അത് സ്വന്തമായിട്ട് പഠിക്കുന്ന. പാട്ട് പാടാറുണ്ടോ? ആ. ഏത് പാട്ടാണ് ഇഷ്ടം കൂടുതൽ? അങ്ങനെ ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണില്ല, ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടപ്പോൾ. സംസ്കൃതം ഇഷ്ടമാണോ? സംസ്കൃതം ഇഷ്ടമാണ്. പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇഷ്ടം. വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം? വലുതായിട്ട് ഒരു സിംഗറൊക്കെ ആയിട്ട് ആഗ്രഹം. അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് സംസ്കൃതത്തിനോടുള്ള താല്പര്യമൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു എന്താണ് അവർ പറയുന്നത് അതിനെപ്പറ്റി? സംസ്കൃതത്തിനോട് താല്പര്യം ഉള്ളതുകൊണ്ടല്ല, എന്നുവെച്ചാൽ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അമ്മമ്മയാണ് ആദ്യമായിട്ട് ഇങ്ങനെ പാട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഫീൽഡിലേക്ക് എത്തണേ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ പോണേ, ജില്ലയിൽ ആദ്യമായിട്ടല്ല. അല്ല. അപ്പോൾ ആദ്യമായിട്ട് സംസ്ഥാനത്തിൽ പോകുമ്പോൾ ടെൻഷനുണ്ട്? ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേനും ഇനി അടുത്ത ലെവലിലേക്ക് പോകുന്നതിൻ്റെ ടെൻഷനുണ്ടോ? ഇപ്പോൾ ചൂട് വന്നിട്ടില്ല. അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ചൂടൊക്കെ വന്നു തുടങ്ങുക ഈ കലോത്സവന്മാരൊക്കെ. എങ്ങനെയാണ്? കുറേ കാലമായോ പരിശീലിക്കുന്നു ജില്ലാ തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്? കുറച്ച് 2 വർഷമായിട്ട് സ്റ്റേറ്റിൽ പോകാൻ ട്രൈ ചെയ്യണം. ഇപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതപ്പോൾ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ നമുക്ക് പാടാം. പരമവൈഭവലബ്ധയേ മമ നിഖിലമം ദദാമ്യഹം. പരമവൈഭവലബ്ധയേ മമ നിഖിലമം ദദാമ്യഹം. ഭുവനമഖിലം ജനനി താവക കീർത്തി
മമ നിഖിലമംബ ദദാമ്യഹം. സൂപ്പറായിട്ട് പാടി. പക്ഷേ അനുശ്രീ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, സരിഗമപ്പ ഷോയിലുണ്ടായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു പുതിയ എക്സ്പീരിയൻസ്, പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം. ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ കയറുന്നതിൻ്റെ പേടിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതങ്ങ് ശീലായി അല്ലേ? ശീലം. ഓക്കെ, അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. താങ്ക് യു.